വീടിനകത്തേക്ക് കയറുന്ന ഒരു കണ്ടസ്റ്റന്റ് രേണുസുതി ആയിരിക്കുമെന്ന് പറഞ്ഞു. ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് കേട്ടോ കുടുംബാംഗങ്ങൾ മാത്രമല്ല പ്രേക്ഷകരും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രേണുസുതി എന്താ വരാത്തേന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിലുള്ള ആ 7 മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, രേണു എന്തേ, രേണുവിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് കേട്ടോ അവർക്കൊക്കെ കൂടുതൽ താല്പര്യം. രേണു ഒന്നും ഇവിടെ ഇല്ല, രേണു ഫുള്ള് പുറത്താണെന്ന്. രേണുവിന് കിട്ടിയ അത്രയും ഒരു ബെനിഫിറ്റ് ഒന്നും തന്നെ ആർക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. രേണുവിനെയാണ് കോളടിച്ചിരിക്കുന്നത്. അധികം നാളൊന്നും വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും തൻ്റെതായ മാന്യത കീപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ രേണു വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇതുപോലെ അസൂയ, കുശുമ്പ്, വെറുപ്പ് എന്നൊന്നും പ്രേക്ഷകരിൽ നിന്ന് വാങ്ങിക്കാതെയാണ് പുറത്തിറങ്ങിയത്. പിന്നെ അവർക്ക് അവരുടേതായ ജീവിതം പുലർത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ, വേണ്ടാത്തവർക്ക് വേണ്ട, അവർക്ക് ജീവിച്ചല്ലേ പറ്റൂ. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം രേണുവിന് ഒരുപാട് നല്ല നല്ല ഓഫറുകൾ ലഭിക്കുകയും അത് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാനേജറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മാനേജറൊന്നല്ല, 2-3 മാനേജറൊക്കെയാണ് ഉള്ളത്. റീ എൻട്രിയിൽ ഭൂരിപക്ഷം പ്രേക്ഷകരും കാത്തിരിക്കുന്നത് രേണുസുതിനെ ആയിരിക്കും അല്ലേ. എന്നാൽ രേണു ഇന്നല്ലെങ്കിൽ നാളെ വീടിനകത്തേക്ക് കയറും. റീ എൻട്രി എങ്ങനെയായിരിക്കും, കുടുംബാംഗങ്ങളെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക, കണ്ടസ്റ്റന്റ് ആയിട്ട് രേണു വന്നപ്പോൾ ഉള്ള പോലെ ആയിരിക്കോ, പേടിച്ച് വരച്ച് മാറി ആരോടൊന്നും മിണ്ടാതെ എവിടെയെങ്കിലും പോയി കിടക്കുന്ന രീതിയിലായിരിക്കോ? അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്തായാലും അനീഷായിട്ടുള്ളൊരു കോംബോ കൊണ്ടുവരാനായിട്ട് രേണു ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രേണുവും അനീഷും തമ്മിലുള്ള കണ്ണടച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഹിറ്റായിട്ടുണ്ടല്ലോ. അത് രേണു തന്നെ ട്രോളിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്ത് വരും. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ആരോടും ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനുള്ളൊരു മനസ്സ് രേണുവിനും ഉണ്ടാക്കും. അങ്ങോട്ട് മാറി നിന്ന് കുറ്റം പറയുന്ന പ്രവണത രേണു കാണിക്കില്ല. ഈ 2 കാര്യത്തിലും ഉറപ്പ് പറയാം. ഇപ്പോൾ കയറിയ കണ്ടസ്റ്റന്റിനെ പോലെ ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നോക്കാം എന്താണെന്നെല്ലാം, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.